ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാർ ഡീലർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിം നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താനാണ്. അപ്പോൾ നേരെ നമുക്ക് ഗെയിമിലേക്ക് പോകാം. ഗെയിം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഞാനിതൊരു തവണ ഒന്ന് ജസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ്ട് ഒന്ന് കളിച്ച് നോക്കിയിരുന്നു. നമ്മളെ കാർ ഷോപ്പിന് കിട്ടുമെന്നാണ് ഞാൻ പേരിട്ടിട്ടുള്ളത്. ഇതെന്തൊരു ഓഫീസാണ് നമ്മൾ ആദ്യം തുറന്നിട്ടുള്ളത്. ഓക്കെ, ലെവൽ 1 കഴിയണം ഇത് നമുക്കൊന്ന് ആക്റ്റീവ് ആവാൻ. ബട്ട് ഇതിപ്പോൾ എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല. അതായത് ആദ്യം കളിച്ച ലെവലിൽ പറഞ്ഞാൽ 2 കാർ ഞാൻ വിറ്റു, അത് എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യം നമ്മളിവിടെ പോയിട്ട് ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ കാണും. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളോട് എന്താ ലൊക്കേഷൻ ചോദിക്കും. ഇതിലിപ്പോൾ അതൊന്നും വരുന്നില്ല, എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ കാറ് വിൽക്കാനോ കൊടുക്കാനോ ഒക്കെ ആയിട്ട് നോക്കാം നമുക്ക്. ഇതൊക്കെ എന്താണെന്ന് ഈ ഗെയിമിനെ കുറിച്ച് നമുക്ക് ഈ ഡീലിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കൂടുതലായിട്ട് ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ലാഭം നഷ്ടം ഇങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഗെയിമാണ്. ഇതാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. ഓഫീസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സെറ്റപ്പിലൊക്കെ ആണുള്ളത്. ലെവൽ 1 വേണം, നമ്മളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതാണ് അതാ സെൽ ദ കാർ ഇൻ ഡീലർഷിപ്പ്. ഓക്കെ, അതായത് ഓക്കെ, ഇവനോടും സംസാരിച്ചു. ഓക്കെ, ഇത് നമുക്ക് വിൽക്കാനാണ് ചോദിക്കണത്. അപ്പോൾ അതിൽ ടോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 3629, അവനതിന് 3015 പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് വേണ്ട, നമുക്ക് ഇതിൽ നല്ലൊരാളെ കിട്ടുമോ നോക്കാം. 3615, അതായത് 100 രൂപേൻ്റെയൊക്കെ കുറവ് എന്നാണ് പറഞ്ഞത്. അടുത്ത ആൾ നമുക്ക് 3629 പറഞ്ഞിട്ടുണ്ട്, 619 വരെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 10 രൂപയല്ലേ, ഓക്കെ കൊടുത്തേക്കാം, കുഴപ്പമില്ല. നല്ലൊരു ഡീലായിരുന്നു അത്, കുഴപ്പമില്ല എന്ന് പറയുന്നത്. അടുത്തത് ഈ കാറ് നമുക്ക് എങ്ങനെയെങ്കിലും വിൽക്കണം. കാരണം നമ്മളതിൽ ഇപ്പോൾ 7990 രൂപയുണ്ട്. ഇവരെന്താ പറയുന്നത് നോക്കാം. പറയുന്നത് 4799. ഓക്കെ, അവർക്ക് ഡീൽ ഓക്കെയാണ്. ഓക്കെ, നമുക്ക് ആ പൈസയ്ക്ക് തന്നെ കൊടുക്കാം. ഓക്കെ, ഡീൽ ഓക്കെ. നമ്മുടെ കയ്യിൽ മൊത്തം 12000 രൂപയായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ലെവൽ 1 ഓക്കെ ഗൈസ്, ലെവൽ 1 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാർ മാർക്കറ്റ്. ഓക്കെ, നമുക്കിനി പൈസ ആയതുകൊണ്ട് തന്നെ കാർ മാർക്കറ്റ് നമുക്ക് സന്ദർശിക്കാം. ഈ ഇടയിലൊരു ആഡ് വരുന്നുണ്ട് കേട്ടോ, ഈ ഗെയിമിന് ആഡ് അത്യാവശ്യം വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ടാസ്ക്, ക്ലെയിം ഒക്കെയാണ് വരുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഓരോ കാരണം 10% ഓഫറിൽ ഒരു കാറ്. ഓഹോ, ഇതേത് കാർ നോക്കാം നമുക്ക്. കുഴപ്പമില്ല, കാണാനൊക്കെ കുഴപ്പമില്ല, തട്ടുമുട്ടൊന്നുമില്ല. എന്താ ഓക്കെ, നമുക്ക് കാർ ഡീലിംഗ് നോക്കാം. കുഴപ്പമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഡാമേജ്ഡ് ആയിട്ടുള്ള വണ്ടി ഞാൻ പറയല്ലേ, തട്ടുമുട്ടൊന്നും കാണാനില്ല. നമുക്കിത് വാങ്ങാം എന്തായാലും. ഓക്കെ, നമുക്ക് എന്തായാലും ഈ വണ്ടി ഒന്ന് പർച്ചേസ് ചെയ്യാം ഗൈസ്. പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓടിക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട്. ഓക്കെ ഉണ്ട്. ലെറ്റ്സ് ഡ്രൈവ്. ഓക്കെ, നമുക്കിത് നേരെ നമ്മുടെ ഷോപ്പിലേക്ക് കൊണ്ടുപോകാം. നമ്മുടെ സ്ഥലത്ത്, നമ്മുടെ ഗ്യാരേജിലേക്ക് കൊണ്ടുപോകാം. നമ്മൾ കണ്ട കേസ് ഒരുപാട് വണ്ടി നമ്മൾ വാങ്ങും. നമ്മളെന്താ പറയുക, എല്ലാം ഒന്ന് ഫസ്റ്റ് ആണ് കുന്നും മലയും കയറിയിട്ടും. എന്തായാലും മൊബൈലിൽ കളിക്കാവുന്നതിലൊക്കെ വെച്ച് നല്ലൊരു ഗെയിം തന്നെയാണ് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ പറയില്ല, ഡീലിങ്ങും ഡീലർഷിപ്പും കാര്യങ്ങളും ലാഭം നഷ്ടം ഒക്കെ നോക്കി കളിക്കാൻ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. കാരണം എങ്ങനെയാണ് എന്നെല്ലാം ഇതിൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ നല്ല അറിവുണ്ടാവും, അപ്പോൾ നന്നായിട്ട് ഉപകാരപ്പെടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കാറ്. എന്താ ഇവിടെ പോയി നിന്നപ്പോഴല്ലേ നേരത്തെ ആൾക്കാർ വന്നേനെ, നമ്മൾ ഒന്നുകൂടി ഇവിടെ പോയി നിൽക്കാം. ഇതെന്താ ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ്, ഓഫീസ്, ഇമ്പോർട്ട് കാറ്, എക്സ്പോർട്ട് കാറ്, അതൊക്കെ എന്താന്ന് ശരിക്കും ഇങ്ങോട്ട് അറിയില്ല. ആരും വരുന്നൊന്നും കാണാനില്ലല്ലോ. ഇതിലെന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നാണ് ഇപ്പോൾ ഒരു സംശയം. ഇവിടെയും കൂടി ഇനിയിപ്പോൾ 2 കാറ് കൊണ്ടുവന്നിട്ടാലേ ആൾ വരുള്ളൂ, അങ്ങനെ ഉണ്ടോ? അതോ ഈ എന്താ ചെയ്യണ്ടേ, ഒന്നും കൂടി പോയി നോക്കണം. ഓക്കെ, സെയിൽ ചെയ്യണം, അല്ലെങ്കിൽ എന്താ ചെയ്യുക, സെയിൽ ചെയ്യാല്ലേ. ഒന്നുകൂടി അങ്ങോട്ട് പോയി നോക്കേണ്ടി വരും. എന്താണെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടണില്ല. മറ്റേ പ്ലേസിൽ നമുക്ക് ഒന്നുകൂടി പോയി നോക്കിയിട്ട് വരാം. എന്താ എനിക്കിത്
മനസ്സിൽ എങ്ങനെയാണ് എന്നൊരു ഐഡിയയും കിട്ടണില്ല. ഓ BMW ഗൈസ്, BMW ലോഗോയൊന്നുമില്ല, ബട്ട് BMW ആണ് നമുക്കറിയാതെ. ഹലോ 9000. ഓ അതിന് മാത്രം പൈസയൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ആകെ 2000 സംതിങ് ഉള്ളൂ. ഇവനെന്താ പറയുന്നത് നോക്കാം. അല്ലേ ഇവൾ ഒന്നുമില്ല. അതിന് 2000 റുപ്യക്കൊക്കെ വണ്ടി തരാൻ പറ്റുമോ? എന്നാലും ഒന്ന് നോക്കാം എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിലോ. ഇത് മനസ്സിലാവുന്നില്ല. മറ്റേ നമ്മുടെ ഇതിലുള്ള കാർ എങ്ങനെയാണാവല്ലേ സെയിൽ ചെയ്യാൻ പറ്റുക? അതെങ്ങനെയാണെന്നൊരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല. അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയണമില്ല. എന്തായാലും നമുക്കൊന്നുകൂടിയും പോയി നോക്കാം ആൾ വന്നിട്ടുണ്ടാവുമോ എന്നൊക്കെ. ബസ് സ്റ്റോപ്പ് കയറി ബസ് കയറി പോകണം. പറയുമ്പോൾ കാറൊക്കെ ഉണ്ട്. നമുക്കിനി പേഴ്സണലായിട്ട് കാറൊക്കെ വാങ്ങണം കാശ്. ഇതിൽ ഒരുപാട് നമുക്ക് കാണാനുണ്ട് കുറേ. എന്തൊക്കെയായാലും ഗായ്സ്, നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഇതൊന്ന് കളിച്ച് നോക്കണം. നല്ലൊരു ഗെയിം തന്നെയാണ്. എനിക്കിതിനെ പറ്റി വലിയ ഐഡിയ ഇല്ലായിട്ടാണ്. അത്യാവശ്യത്തിന് എന്തൊക്കെയോ കാറ് വാങ്ങുക വിൽക്കുക അങ്ങനത്തെ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതായത് ആ വില കൂട്ടി വിൽക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ലാഭം എത്ര ലാഭം നമുക്ക് വേണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് കൊടുക്കാനാണ് തോന്നണത്. ഓ ഇങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിലല്ലേ. ഓക്കെ, ആരും വരുന്നത് കാണുന്നില്ലല്ലോ. ഒന്നുകൂടി ഓഫീസിൽ പോയി നമ്മൾ ഇവിടെ ഇരുന്നപ്പോഴാണ് നമുക്ക് കഴിഞ്ഞ വട്ടം ആൾ വന്നേന്നത്. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആളിങ്ങനെ വന്നേന്നു. ഇതിലൊക്കെ എന്ത് ചെയ്യാനാ? ഇതൊന്നും ചെയ്യാനല്ല. ആളെവിടെ? അതാ ഒരു ചേച്ചി വരുന്നുണ്ട്. ഹലോ മാഡം, വെൽക്കം ടു മൈ ഗ്യാരേജ്. കിട്ടു കാർ ഗ്യാരേജ്. ഓക്കെ, എത്ര പറയുന്നത്? ഓക്കെ, കുഴപ്പമില്ല, കൊടുക്കാമല്ല. അതിപ്പോൾ വേറെ ആരും വരുന്നൊന്നും നമുക്ക് കാണാനില്ല. എന്തായാലും ഇത് വിൽക്കാം. ഓക്കെ, കാർ എടുത്തുകൊണ്ട് പോകൂ. നടന്നു പോണ്. ഹലോ ചേച്ചി, കാർ ഇവിടെ? ഹലോ, എന്തോ ആട്ടെ, എന്തായാലും നമുക്ക് പൈസ കിട്ടിയല്ലോ. ഇനി നമുക്ക് ബ്രാൻഡഡ് കാറ് ഒന്ന് നോക്കി നോക്കാം. ബ്രാൻഡഡ് ആയിട്ടുള്ള ഒന്ന് ബ്രാൻഡഡ് കാറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര വലിയ വണ്ടികൾ. റോൾസ് റോയ്സ് ഒക്കെ ഉണ്ട്. റോൾസ് റോയ്സ് ജർമ്മൻ കാർ ഏതാ? BMW, ബെൻസോഡി. അത്രയില്ല ചേച്ചി, സോറി, അറിയാതെ വന്നതാണ്. ഈ വഴിപോക്കനാണ് ഞാൻ. അടുത്ത സ്ഥലം പിടിക്കാം. കാരണം നമുക്ക് പഴയ നമ്മളതേ നടക്കുള്ളൂ. നമുക്ക് പറ്റിയ പൈസയ്ക്ക് അവിടെ ഒരുപാട് കാറുകളുണ്ടാവും. അതേ നമുക്ക് നടക്കുള്ളൂ. അതുതന്നെ ചെയ്യാം. ഈ ആഡ് വരുന്നുണ്ടല്ലോ, അതൊക്കെ എന്തിൻ്റെ ആഡാണാവോ? കാർ മാർക്കറ്റ്. ഇവിടെ നമുക്ക് നോക്കാം. അപ്പോൾ സുഹൃത്തെ, ഹലോ സുഹൃത്തെ, ഈ കാറിനൊക്കെ എത്ര? 90,000. കുഴപ്പമില്ല. നമുക്ക് ഇൻസ്പെക്ഷൻ ചെയ്തൊക്കെയാണെങ്കിൽ ഡാമേജ് അങ്ങനെ കാണിക്കണില്ല വണ്ടിക്ക്. പൈസ 90,000 അല്ല, സോറി, 90,000. കാറ് മാറ്റണ്ട. അത് BMW ആണ്. 90,000 അയാൾ പറഞ്ഞത് എന്താ വെച്ചാൽ നോക്കി നിന്നോന്നാണ്. അതേ പറഞ്ഞിട്ടുള്ളല്ലോ. കാറ് വരുന്ന ലക്ഷണം കാണാനില്ല. നമ്മുടെ ഇയാളെന്താ പറഞ്ഞത്? 7,000. ഇത് പറ്റും, കാരണം നമ്മുടെ കയ്യിൽ 13,000 ഉണ്ട്. ഇത് 7,000 ഉള്ളൂ. ഇത് ഡാമേജ്ഡ് ആണ് വണ്ടി. ഫുൾ ഡാമേജ്ഡ് വണ്ടിയാണ്. 32% ഡാമേജ്. ഈ കാറ് വാങ്ങാൻ പറ്റുമോ? ഇതിനെത്ര? ഇതിന് ലെവൽ 6 കഴിയണം, എന്നാലേ സ്പോർട്സ് കാർ വാങ്ങാൻ പറ്റുള്ളൂ നമുക്ക്. ഇത് പഴയ വണ്ടികളിലെ ഇതൊക്കെ എങ്ങനെയാണ് അവസ്ഥ? അതൊക്കെ ലെവൽ 2 കഴിഞ്ഞാൽ വിൻറ്റേജ് ടൈപ്പ് കാറ് കിട്ടുള്ളൂ. ഹമ്മറുണ്ട്. ഹമ്മർ ലെവൽ 4 കഴിയണം. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഈ സൈഡ് ഫുള്ള് വിൻറ്റേജ് കാറ്, എക്സ്പെൻസീവ്, ഭയങ്കര ഇതായിട്ടുള്ള കാറുകളാണ്. ലെവൽ 2 കഴിയണം. ലെവൽ 2 ഇപ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടാവോ? 2 കാർ ഇട്ടാൽ മതിയോ? ഒരു കാര്യം ചെയ്യാം, നമുക്കേ നേരത്തെ നമ്മൾ വന്ന ഒരാളുണ്ട്, 7,000 റുപ്യ പറഞ്ഞേ. ആ ആളുടെ അടുത്തുനിന്ന് വാങ്ങാവും പിന്നെയും നല്ലത് എനിക്ക് തോന്നുന്നുണ്ട്. ഇതല്ലേ ആൾ? ഇതല്ല ഡാമേജ്ഡ് കാറ്, റെഡ് കളർ. തന്നെ. അപ്പോൾ ഇയാളുടെ അടുത്തുനിന്ന് വാങ്ങാവും നല്ലത്. നമുക്ക് എന്തായാലും ഓടിച്ച് നോക്കാം. ഡാമേജ്ഡ് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയൊക്കെ വിൽക്കുമോ? വർക്ക് ഷോപ്പ് കയറ്റേണ്ടി വരുമോ? എന്താ അവസ്ഥ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഒരു ഡ്രൈവ് ചെയ്ത് നോക്കാം.
കാറിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. ഡ്രൈവ് ടെസ്റ്റ് ഡ്രൈവിനൊക്കെ നല്ല അടിപൊളിയാണ്. ഇനി ഇതെങ്ങനെ നമ്മൾ വിൽക്കും എന്നാണ് ആലോചിക്കുന്നത്. ഇത് വന്ന് ലാഭം പിടിക്കണ്ടേ? ലാഭം എങ്ങനെ പിടിക്കും? എന്തായാലും നമുക്ക് നോക്കാം. ലാഭം എന്താ പറയുന്നത്? എന്താ ലാഭം കറക്റ്റ് ആ പച്ചേൻ്റെ ഉള്ളാണ്. അതാണ് നമ്മുടെ ലക്ഷ്യം. കറക്റ്റ് ഓടി അവിടെയൊക്കെ പോയി തട്ടുണ്ട്. തട്ടലും മുട്ടലൊക്കെ ഉണ്ടാവും. പഠിക്കല്ലേ, കാർക്ക് പഠിക്കുമ്പോൾ ഒരു തട്ടലും മുട്ടലൊക്കെ പറ്റും. ഇത് സെയിൽ ചെയ്യാം. നമുക്ക് പുട്ടോൺ സെയിൽ ആയാൽ നമുക്ക് ലാഭം നമുക്ക് വല്ലാതെ കയറ്റി കൊടുക്കാനും പറ്റില്ല. ഓൾറെഡി ഈ സാധനത്തിന് ഡാമേജ് ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് വല്ലാതെ ഇത് കൂട്ടി വിൽക്കാനും പറ്റില്ല. അതാണ് പ്രശ്നം. ആൾ വരുന്നുണ്ടായിരിക്കും. എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ ആൾ വരും. അങ്ങനെ എന്തെങ്കിലും ആണാവോ? കണ്ടോ വരുന്നേ? അത് ഇനി ശരിക്കും ഞാൻ കയറിയില്ലെങ്കിലും ആൾ വന്നേന്നോ? അപ്പോൾ എന്തോ ആവട്ടെ, ആൾ വന്നല്ലോ. ഹലോ ഏട്ടാ, നിങ്ങൾക്ക് ഞാൻ ഈ കാറ് 8,000 ഉറുപ്പ്യക്ക് 8,303 ഉറുപ്പ്യക്ക് നിങ്ങളെന്തായാലും അത്രയും തരും. കാരണം എന്താ 56 നിങ്ങൾ അതിൻ്റെ അത്രയും ഡാമേജ് കണ്ടോ? നമ്മൾ വാങ്ങിയപ്പോൾ അത്ര കണ്ടില്ലേന്ന്. ബട്ട് ഞാൻ തരാം, സമ്മതിച്ചു. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാൻ? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാറ് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. അപ്പോൾ റെഡിയാക്കണം. നഷ്ടമാണ്, എന്നാലും നമ്മൾ തരുന്നു. ഓക്കെ, കാറും കൊണ്ട് പോയി. ഇതെന്താ അപ്രത്യക്ഷമാവും കാറ്. ലെവൽ 2 ഈ ലെവൽ 2 ആണ് ഗൈസ്. നമുക്ക് ആ വിൻറ്റേജ് കാർ ഓപ്പൺ ചെയ്യാനുള്ളത്. അങ്ങനത്തെ ഒരുപാട് ഞാൻ കണ്ടോ വിൻറ്റേജ് കാർ ഓപ്പൺ ചെയ്യാനുള്ളത് നമുക്കായി. അപ്പോൾ ഇപ്പം നമുക്ക് വിൻറ്റേജ് കാർ വാങ്ങാൻ പറ്റും. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഗ്യാരേജ്. കണ്ടോ, ഇപ്പോൾ 4 കാറ് വാങ്ങിയിടാനുള്ള സെറ്റപ്പിലേക്ക് നമ്മളെത്തി. വിൻറ്റേജ് കാറും സ്പോർട്സ് കാറും ലെവൽ 4 വേണം, അല്ലാത്ത എല്ലാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഗ്യാരേജ്. ഇത് നമുക്ക് ഒരുപാട് വലുതാക്കണം. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ നമുക്ക് വലുതാക്കണം. നിങ്ങളെനിക്ക് സപ്പോർട്ട് തരണം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള അടിപൊളി പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ.